മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തേക്കും. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. LDF സർക്കാരിന്റെ കാലത്തെ ക്രമക്കേട് ആരോപണങ്ങളിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യവും മന്ത്രിസഭാ യോഗം പരിഗണിക്കാൻ ഇടയുണ്ട്. ഡാൻ ഉണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, മന്ത്രിസഭാ യോഗം ഇന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കും കാര്യങ്ങൾ പോവുക? ഈ കള്ളപ്പണ ഇടപാടുകൾ ഉൾപ്പെടെയുള്ളത് ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അല്പസമയം മുമ്പ് മന്ത്രി PC വിഷ്ണുനാഥ് മാധ്യമങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിരുന്നു. വിഷ്ണുനാഥ് പറഞ്ഞത് നിയമപരമായ കാര്യങ്ങളുമായി മാത്രമേ സർക്കാർ മുമ്പോട്ട് പോകുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ സർക്കാരിന് ഒരു രാഷ്ട്രീയ താൽപര്യങ്ങളുമില്ല, രാഷ്ട്രീയ തീരുമാനങ്ങളുമില്ല. അതിൽ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. നിയമപരമായി അർജന്റീനയേക്കാൾ കൂടുതൽ ആരാധകർ മെസ്സിക്കുള്ള സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ മെസ്സിയെ എത്തിക്കുമെന്ന് പറഞ്ഞ് കബളിപ്പിക്കാനുള്ള നീക്കമാണ് നടന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ അന്വേഷണവുമായി സഹകരിച്ചാൽ മാത്രം മതി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും മന്ത്രിസഭയുടെ ഒരു പൊതുവികാരവും അങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ ഒരു സമഗ്ര ഉന്നതതല അന്വേഷണത്തിന് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനം കൈക്കൊള്ളുമോ, അത് അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുമോ എന്നതിലാണ് ഇനിയൊരു വ്യക്തത വരാനുള്ളത്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അത്തരമൊരു തീരുമാനത്തിലേക്ക് അവർ കടക്കുകയാണ് എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. 10:15 മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, സ്പെഷ്യൽ സെക്രട്ടറി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ, കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ വിശദമായി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ചില ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശരി, എന്തായാലും 10:15 മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാവും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം സ്വാഭാവികമായും എന്ത് നിലപാടായിരിക്കും എടുക്കുക എന്നത് സംബന്ധിച്ചും ധാരണയുണ്ടാകും. പ്രത്യേകിച്ച് ഇത് ഉന്നതതല അന്വേഷണത്തിലേക്ക് നീങ്ങുന്ന ഒരു സാധ്യത, അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചും കാത്തിരിക്കുകയാണ്. എന്തായാലും മന്ത്രി PC വിഷ്ണുനാഥിൻ്റെ വാക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ പോലും അർജന്റീനയേക്കാൾ മെസ്സി ആരാധകരുള്ള സംസ്ഥാനമാണ് കേരളം. അന്വേഷണത്തോട് സഹകരിച്ചാൽ മാത്രം മതിയെന്നും മന്ത്രി പറയുന്നുണ്ട്. നിയമപരമായ അന്വേഷണം മാത്രമാണ് നടക്കുന്നത്. മെസ്സി വിവാദത്തിൽ സർക്കാർ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല എന്നതും കൂടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനായി നോക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.